ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന പകൽക്കാലം നമ്മൾ നടത്തുന്ന ഈ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന കൂട്ടായ്മ കർത്താവിന്റെ അനുഗ്രഹം നമ്മിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ കൊടുത്തുകൊണ്ട് നമുക്കായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഞാനിതിന്റെ ഉൽപ്പത്തി പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നൊരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ഉൽപ്പത്തി പുസ്തകം 3:10 കർത്താവ് ദൈവം മനുഷ്യനെ വിളിച്ചു. മനുഷ്യ, നീ എവിടെ? അവൻ പറയുകയാണ്, ഞങ്ങൾ ലഗ്നനായതുകൊണ്ട് നിന്റെ കാലൊച്ച തോട്ടത്തിൽ കേട്ടതുകൊണ്ട് ഞങ്ങൾ ഒളിച്ചു. ശരിക്കും അവൻ ലഗ്നനായത് എപ്പോൾ? അവൻ പഴം വാങ്ങി കഴിച്ചപ്പോൾ അവൻ ലഗ്നനായി. പഴം ഹൗവ എപ്പോഴും കൊടുത്തോ അപ്പോൾ അവൻ ലഗ്നനായി. അവന് ഭയം വന്നത് എപ്പോഴാണ്? ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ. അതുവരെ അവൻ എന്തില്ലായിരുന്നു? ഒരു ഭയവും ഇല്ലായിരുന്നു. അവൻ തോട്ടത്തിനകത്ത് ഉല്ലാപിക്കൊണ്ടേ നടന്നു, യാതൊരു ശങ്കയുമില്ലാതെ നടന്നു. അതുപോലെയാണ് ഇന്ന് ദൈവമക്കൾ. ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യുള്ളൂ? ഭയം വരും. ആ ഒരു നിലവാരത്തിൽ അവരായി കഴിയും. അല്ല, എന്നാൽ ഇന്ന് നമ്മുടെ ദൈവസഭകളിൽ ദൈവശബ്ദം കേൾക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ട്രംസിന്റെ ഓർഗന്റെ ശബ്ദവും പാസ്റ്റർമാരുടെ ശബ്ദവും കുറെ അന്യഭാഷ പറഞ്ഞ് എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ജനത്തിന്റെ നിലവിളിയുടെ ശബ്ദവും കുറെ കമ്മിറ്റിക്കാരുടെ ശബ്ദവും കുറെ ബോർഡ് മെമ്പേഴ്സിന്റെ ശബ്ദവും കുറെ മാനുഷ്യ നിയമങ്ങളുടെ ശബ്ദവും കേൾക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ദൈവജനത്തിന് എന്തില്ല? ഒരു ഭയവുമില്ല. ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. ആരെ വേണമെങ്കിലും എന്നെടുത്ത് വേണമെങ്കിൽ ഉള്ളം കൊണ്ട് ചതിക്കാം. ഹൃദയത്തിനകത്ത് ഒന്ന് വെച്ചുകൊണ്ട് പുറത്ത് മറ്റൊന്ന് കാട്ടിക്കൊണ്ട് ചിരിച്ച് കോമ്പല് കാട്ടി ചിരിക്കാൻ ഒരു ഭയവും മനുഷ്യനില്ല. എന്ന പകൽക്കാലം ഈ നടക്കുന്ന പ്രാർത്ഥനയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവമേ, ദൈവ ശബ്ദം എന്റെ വീട്ടിലും എന്റെ ആലയത്തിനകത്തും എന്റെ ജീവിതത്തിനകത്തും ഉണ്ടാകാൻ സഹായിക്കണം. ദൈവശബ്ദം ഉണ്ടാകാൻ സഹായിക്കണം. ദൈവശബ്ദം ഉണ്ടായാൽ മാത്രമേ മനുഷ്യന് ഭയമുണ്ടാകും. മാനുഷ്യ ശബ്ദങ്ങൾക്ക് മനുഷ്യന് ഭയക്കാൻ കഴിയില്ല. അവർ തങ്ങളെ തന്നെ നീതീകരിച്ചും തങ്ങളെ തന്നെ ന്യായീകരിച്ച് ഞങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ദേശത്ത് ദൈവഭയം ഉണ്ടാകുന്ന ഒരു ദൈവശബ്ദം ഉണ്ടാകുവാൻ, നമ്മുടെ ഭവനത്തിനകത്ത് ദൈവശബ്ദം ഉണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടാകും, ദൈവഭയം ഉണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടാകുവാൻ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവഭയം ഉണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടാകുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കും. യോബിന്റെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. യോബിന്റെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ എന്റെ ഒടുവിൽ എന്റെ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബിന്റെ ഒരു അറിവാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിന് ലഭിക്കപ്പെട്ട ഒരു അറിവ്, അതായത് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ എന്റെ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ഇയ്യോബിനുണ്ടായിരുന്ന 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ഏർക്കാറുകളും 500 പെൺകഴുതകളും തിരിച്ചു കൊടുക്കാൻ കഴിവുള്ളവൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ശരീരത്തിൽ വന്ന വ്രണങ്ങളെ പൊറപ്പിച്ച് എനിക്കിപ്പോൾ ഞാൻ നേരിടുന്ന സകല കഷ്ടങ്ങളെയും വിടുതൽ പ്രാപിച്ച് എന്റെ കണ്ണുനീരുകളെ തുടച്ച് എന്റെ ശരീരത്തിന് വീണ്ടും ഒരു പുതുബലം നൽകി എന്നെ അനുഗ്രഹിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. തനിക്ക് നഷ്ടപ്പെട്ടു പോയ 10 മക്കളെയും
തിരിച്ചു തരുവാൻ കഴിവുള്ളവൻ ജീവിച്ചിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബഹുമാനങ്ങളുണ്ട്. ഞാൻ നടന്നു ചെല്ലുമ്പോൾ, ഞാൻ കസേര വയ്ക്കുമ്പോൾ യുവാക്കൾ എണീറ്റ് നിൽക്കും, വൃദ്ധന്മാർ വാപത്തും. ഞാൻ സംസാരിച്ച് നീങ്ങണ്ടല്ലാതെ ഒരു വ്യക്തി വാവുണ്ട് ശബ്ദമനക്കില്ല. അങ്ങനെ എന്നെ ബഹുമാനിച്ചിരുന്ന, എന്നെ മാനിച്ചിരുന്ന ഒരു സമയമുണ്ട്. അതേപോലെ എനിക്ക് തിരിച്ചു തരാൻ കഴിവുള്ളവൻ, എന്റെ തകർച്ചകളിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത് എന്നെ വീണ്ടും അതേ സ്ഥാനത്തിരുത്താൻ കഴിവുള്ളവൻ ജീവിച്ചിരിക്കുന്നു. ഇതാണ് ഇയ്യോബിന്റെ അറിവ്. എന്നാൽ ഇന്ന് താനായിരിക്കുന്ന അവസ്ഥ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, അത് പരിതാപകരമാണ്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ സകലതും നഷ്ടപ്പെട്ട ഇയ്യോബിനെ കാണാൻ നമുക്ക് കഴിയുന്നു. 2-ാം അധ്യായത്തിൽ ശരീരം മുഴുവനും വ്രണങ്ങൾ വന്ന് സ്തോത്രം ചെയ്യുന്നു ഉരുളുന്ന ഇയ്യോബിനെ കാണാൻ കഴിയുന്നു. 3-ാം അധ്യായത്തിൽ തന്റെ ജന്മദിവസത്തെ ശമിക്കുന്ന ഇയ്യോബിനെ നമുക്ക് കാണാൻ കഴിയുന്നു. 4-ാം അധ്യായത്തിൽ വൈദികർ വന്ന് നിന്റെ ഭക്തി നിന്റെ ആശ്രയമാണ്, നീ അത് കൈവിടരുതെന്ന് പറഞ്ഞ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറെ സ്നേഹിതരെ നമുക്ക് കാണാൻ കഴിയുന്നു. 5-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എലീഫാസ് പറയുന്നു, നിന്റെ മക്കൾക്ക് രക്ഷ അകന്നു പോയി, അതുകൊണ്ടാണ് നിന്റെ കൂടാരത്തിൽ ഇതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഒരു കുത്തുവാക്ക് കേൾക്കുന്ന ഇയ്യോബിനെ നമുക്ക് കാണാൻ കഴിയുന്നു. 6-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്നു, ഞാൻ കേവലം തുണയറ്റവനാണ്, എന്റെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു, എന്റെ ഭാര്യ എന്നെ തള്ളി പറഞ്ഞു, എന്റെ മക്കൾ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്റെ ദാസന്മാർ ഞാൻ വിളിക്കുമ്പോൾ മാറിപ്പോകുന്നു, ഞാൻ വായെടുത്ത് സംസാരിക്കുമ്പോൾ നാട്ടം എന്ന് പറഞ്ഞാൽ എന്റെ കൂടപ്പുറപ്പുകൾ ഒഴിഞ്ഞു മാറുന്നു. ഈ നിലവാരത്തിൽ ഞാൻ കേവലം തുണയറ്റവനായി ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് മാത്രമല്ല, 7-ാം അധ്യായത്തിൽ പറയുന്ന രാത്രി മുഴുവൻ എനിക്ക് ഉരുളുകവന്റെ പണി. രാത്രിയായാൽ എപ്പോൾ നേരം വെളുക്കും, എപ്പോൾ നേരം ഇരുട്ടിയാൽ എപ്പോൾ നേരം വെളുക്കും, നേരം വെളുത്താൽ എപ്പോൾ ഇരുട്ടും. ഏതെങ്കിലും ഒരു സമയം എനിക്ക് ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ ആ ഉരുളുന്ന ഇയ്യോബിനെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ 8-ാം അധ്യായത്തിൽ ബിൽദാദ് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ ഇന്നത്തെ സ്ഥിതി മാറും, നിന്റെ ഇന്നത്തെ സ്ഥിതി മാറി നാളെ നിനക്കൊരു നല്ല സമയം നിനക്കുണ്ടാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഇയ്യോബിനെ കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. 9-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാവരും ചേർന്ന് 1000 ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് ഒരു ഉത്തരം പറയില്ല. കാരണം എന്റെ തകർച്ച, എന്റെ ജീവിതത്തിൽ വന്ന തകർച്ച എല്ലാം ദൈവം അറിയാതെയല്ല, ദൈവം അറിഞ്ഞിട്ടാ വന്നത്. ദൈവം അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് വന്ന ഈ തകർച്ച മുഴുവനും ആരറിഞ്ഞിട്ട്? ദൈവം അറിഞ്ഞിട്ടാ വന്നത്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് എന്റെ ജീവിതത്തിനകത്ത് ഇത് വന്നത് എന്ന് ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന ഇയ്യോബിനോട് ഇയ്യോബ് തിരിച്ച് നല്ലതുപോലെ പറയുകയാണ്. 10-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്നു, എന്റെ സാക്ഷ്യം സ്വർഗത്തിലുണ്ട്, എന്റെ സാക്ഷ്യം സ്വർഗത്തിൽ. ഈ ഭൂമിയിൽ ആര് പറയുന്ന സാക്ഷ്യവും എനിക്ക് എന്തല്ല, ഒന്നുമല്ല. എന്നെ കുറിച്ച് നിങ്ങൾ താഴോട്ടൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, നിന്റെ കയ്യിൽ ദ്രോഹമുണ്ട്, നീ അന്യരെന്ന് പിടിച്ചു പറിച്ചു എന്നൊക്കെ സ്നേഹിതർ പറയുന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നീ അന്യരെന്ന് പണയമാക്കിയിട്ട് തിരിച്ചു കൊടുത്തില്ല, നീ ദരിദ്രരെന്ന് ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു ആധാരം അവരെ മുടക്കിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇയ്യോബിനെ നിന്ദിക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ദൈവമേ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇയ്യോബിനോട് എത്ര പേരാ ഇയ്യോബിന്റെ അടുക്കൽ വന്നത്? 3 പേര് അല്ലെ? എന്നാൽ ഇയ്യോബിന്റെ പുസ്തകം 32-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ.
32:1. അപ്പൊ എത്ര പേരുണ്ട്? മറ്റവൻ പ്രായത്തിൽ കുറഞ്ഞത് കൊണ്ട് ഒന്നും മിണ്ടാതെ എന്ത് ചെയ്ത് ഒതുങ്ങി നിന്നു. ഇവര് സംസാരിച്ച് തീർന്നപ്പോൾ അവരെന്ത് ചെയ്തു? സംസാരിക്കാൻ തുടങ്ങി. ഇവരെല്ലാരും സംസാരിച്ച് തീർന്നപ്പോ ശരിക്കും പറഞ്ഞാൽ യോബിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഇവനാണ്. കാരണം യോബ് ആദ്യാസ്വാദന 4-5 അധ്യായങ്ങളില് എലിഫാസ് കാര്യം പറഞ്ഞു. എന്നാൽ അടുത്തെന്ത് ചെയ്തു? 6-7 അധ്യായങ്ങള് യോബ് അതിന്റെ മറുപടി പറഞ്ഞു. 8-ാം അധ്യായത്തിൽ ബിൽദാദ് മറുപടി പറഞ്ഞു. 9-10 യോബ് തിരിച്ചതിന്റെ മറുപടി പറഞ്ഞു. 11-ാം അധ്യായത്തിൽ സോമാർ ആദ്യാസ്വാദനം ചെയ്യുന്നു, ഉത്തരം പറഞ്ഞു. 12-13 ഒക്കെ എന്ത് ചെയ്തു? 14 യോബ് മറുപടി പറഞ്ഞു. പക്ഷേ ഇവൻ 6 അധ്യായം തുടർച്ചയായിട്ട് പറഞ്ഞിട്ട് യോബിനെ തിരിച്ചൊരു അക്ഷരം ഉണ്ടായി എന്ത് ചെയ്തില്ല, അനുവദിച്ചിട്ടില്ല. ഇവൻ 6 അധ്യായം തുടർച്ചയായിട്ട് യോബിനെ അങ്ങ് കുറ്റം വിധിക്കുകയാണ്. ഇവൻ ശരിക്കും വഴക്ക് പറയുകയാണ്. 6 അധ്യായങ്ങളിൽ കൂടെ 169 വാക്യം ഇവൻ പറഞ്ഞിട്ടുണ്ട്. 32, 33, 34, 35, 36, 37 അധ്യായങ്ങൾ, 169 വാക്യങ്ങൾ ഇവർ എന്ത് ചെയ്തു? പറഞ്ഞു. ഈ പറഞ്ഞതിൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, ഒരു വാക്ക് തിരിച്ചു മിണ്ടാൻ യോബിനെ അവൻ അനുവദിച്ചില്ല. അതിന് നിങ്ങളൊന്ന് നോക്കണമേ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന 33-25 വാക്യം എന്നുള്ളത് വായിച്ചേ. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ അടുത്ത് യോബിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്ന രീതി കണ്ട, ഞാൻ പാപം ചെയ്തു, നേരായുള്ള കാര്യങ്ങൾ ഞാൻ മറിച്ചു കളഞ്ഞു. അന്ന് മറിച്ചു കളഞ്ഞ സമയത്ത് എനിക്കൊരു ശിക്ഷയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? ദൈവത്തോട് പറഞ്ഞ മനസ്സിലായ എനിക്ക്? ഹല്ലേലൂയ സ്തോത്രം. ഈ പകർച്ചയിൽ കിടക്കുന്ന യോബ് പറയുകയാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കും. അവൻ കർത്താവിനെ ആത്മാവിൽ കാണുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിനെ കാണുകയാണ്. ഇത് മനസ്സിലായോ? ഈ ഭൂമിയിലുള്ള ആരെയുമല്ല, പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് പ്രബോധിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിനെ യോബ് കാണുന്നു. കാരണം വീണ്ടെടുക്കാൻ ഒരു യോഗ്യതയുണ്ട്. വീണ്ടെടുക്കാൻ ആർക്കാ ഒരാളെ വീണ്ടെടുക്കാനുള്ള യോഗ്യത? ആർക്കാ യോഗ്യത? പഴയ നിയമത്തിനകത്ത് യോഗ്യത എന്ന് പറഞ്ഞ ചാർച്ചക്കാരനെ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ, ബന്ധുക്കൾക്ക് വീണ്ടെടുക്കാൻ പറ്റും. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം ഒന്ന് വായിച്ചു നോക്ക്. പെട്ടെന്ന്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നാൽ അവന്റെ അടുക്കലുള്ള ചാർച്ചക്കാരനായിരിക്കുന്ന സഹോദരൻ വന്ന് അതെന്ത് ചെയ്യണം? വീണ്ടുകൊള്ളണം.
7 വർഷത്തിനകത്ത് താൻ വിറ്റതിനെ പാൽജാസത്തിന് അധ്വാനിച്ച് ചെന്ന് പൈസ കൊടുത്ത് തിരിച്ചു വരികയാണ്. അപ്പം വീണ്ടെടുക്കണമോ, 1 ചാർച്ചക്കാരനായിരിക്കണം, 2 അവൻ വിറ്റതെല്ലാം മടങ്ങിയെടുക്കാൻ തക്കവണ്ണം ധനവാനായിരിക്കണം. ഈ 2 യോഗ്യതകൾ അവനുണ്ടെങ്കിൽ മാത്രമേ അവന് വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ യോബ് പറയണേണ്ട, യോബ് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? ധനികനായ മനുഷ്യൻ, 7000 ആടുണ്ടായിരുന്ന മനുഷ്യൻ, 3000 ഒട്ടകമുണ്ടായിരുന്ന മനുഷ്യൻ, 500 പെൺകഴുതകൾ ഉണ്ടായിരുന്ന മനുഷ്യൻ, 500 ഏർക്കാളകൾ ഉണ്ടായിരുന്ന മനുഷ്യൻ. ഇത്രയും നഷ്ടപ്പെട്ടു പോയത് അത്രയും വീണ്ടുകൊള്ളാൻ തക്കവണ്ണം ധനവാനായ ഒരു മനുഷ്യൻ ഇയ്യോബിന്റെ കാലഘട്ടത്തിൽ ഇല്ല. എന്നിട്ടും ഇയ്യോബിന്റെ വിശ്വാസം കണ്ട, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുകയാണ്, അവൻ വരും, അവൻ വന്ന് എന്നെ വീണ്ടെടുക്കും. ഇനി മരിച്ചുപോയവരെ തിരിച്ചു കൊടുക്കാൻ ആർക്കേ കഴിയൂ? ദൈവത്തിനെ കഴിയൂ. അങ്ങനെ ഒരു വീണ്ടെടുപ്പുകാരൻ എനിക്ക് ജീവിച്ചിരിപ്പുണ്ട്. ഇയ്യോബിന്റെ അറിവ, ഇയ്യോബിന് ദൈവം കൊടുത്ത, ആത്മാവിൽ കൊടുത്ത നിയോഗമാ. ഇന്ന് പകൽക്കാലം നിങ്ങളും വിശ്വസിക്കണം. എത്ര തകർന്നു പോയാലും, എത്ര തന്നെ ഞാൻ ക്ലേശം അനുഭവിച്ചാലും, എന്നെ വീണ്ടെടുക്കുന്ന ഒരുവൻ ഉണ്ട്. നിങ്ങൾക്കറിയാമോ, രൂത്തിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ രൂത്തിനെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ച്. കണ്ടോ, ബോബസ് ആരാണ്? അടുത്ത ബന്ധുവാണ്, അടുത്ത ചാർച്ചക്കാരനാണ്. ആ ബോബസിന്റെ പ്രത്യേകത ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും ദയ കാണിക്കാൻ കഴിവുള്ളവൻ, മനസ്സലിവുള്ളവൻ. മനസ്സിലായ നിങ്ങൾക്ക്? ഹല്ലേലൂയ, സ്തോത്രം. ബോബസിന്റെ പ്രത്യേകത ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും ദയ കാണിക്കാൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. അതൊക്കെ ആ ഭാഗമൊക്കെ തെളിയിക്കണമെങ്കിൽ ആസ്വാദനം ചെയ്യുന്നു. സങ്കീർത്തനം 68:18 വായിച്ചു നോക്കുമ്പോൾ അവന് ഉയരത്തിൽ മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോയി, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി അവർക്ക് നല്ല ദാനങ്ങൾ കൊടുത്തു. ഈ ഭാഗം എവിടെ? പുതിയ നിയമത്തിൽ കിടക്കുന്നു, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കിടപ്പുണ്ട്. അപ്പൊ ഇത് ആരാണ്? ആരെ ഉദ്ദേശിച്ചാണ് ദാവീദ് എന്ന് പറഞ്ഞത്? യേശു കർത്താവിനെ ഉദ്ദേശിച്ചു. ഇത് മനസ്സിലായ? നമ്മൾ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഭൂമിയിലുള്ളവരെ കുറിച്ചുള്ള ഒരു കേൾവി അല്ല നിങ്ങൾ കേൾക്കേണ്ടത്. നമുക്ക് ദയ കാണിക്കുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മളെ വീണ്ടെടുക്കുന്ന, നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്ന കർത്താവിനെ നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യണം? കാണണം. ശരിക്കും പറഞ്ഞ 68-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ എണീക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറുന്നു, പതറുന്നു, ഓടുന്നു, മെഴുകുരുകുന്നത് പോലെ ഉരുകിപ്പോകുന്നു. ഇതൊക്കെ ഓരോ വാക്കുകളും നിങ്ങൾ ആവർത്തിച്ച് വായിച്ച് പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് വേണ്ടി എണീക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് വലിയ ശത്രു പതറിപ്പോകും, ചിതറിപ്പോകും, ഓടിപ്പോകും. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി എണീറ്റില്ല എങ്കിൽ അവ അവിടെ തന്നെ നിൽക്കും. നമ്മളിനി എത്രയൊക്കെ അവനോട് കയർത്ത് നിന്നാലും അവൻ ഒരിച്ചതിയില്ല, പുറകോട്ട് പോവില്ല. അപ്പൊ ഈ തിരുവചനങ്ങൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നത് ഇത് വെച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, നീ എനിക്ക് വേണ്ടി എണീക്കണം. എണീറ്റാൽ മാത്രമേ എന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രു
പതറും, അവൻ ചിതറും, അവൻ ഓടും. അവൻ മെഴുകി ഉരുകുന്നത് പോലെ അല്പമായിട്ട് അവൻ ഉരുകി തീരണമെങ്കിൽ ദൈവം എണീക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇയ്യോബ് തന്റെ ദർശനത്തിൽ അല്ലെങ്കിൽ അവൻ ആത്മാവിൽ കണ്ടുകൊണ്ട് 19-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ഇയ്യോബ് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. കണ്ട, എന്റെ തേജസ് ദൈവമാണ് ഊരിയെടുത്തത്, അത് മനുഷ്യനല്ല ഊരിയത്. അല്ലെ, ഈ തേജസ് അവിടെ ഏതൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു. ഈ തേജസ് എവിടെ വെച്ച് തിരിച്ചു കിട്ടി? കർത്താവിന്റെ ജനനത്തിൽ ദൂതന്മാര് വരുന്നപ്പോൾ തേജസ് അവിടെ കാവൽ കാത്തോട്ടിട്ട് നാട്ടിടയന്മാരുടെ മേലെ ചുറ്റി മിന്നി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുവരെ എന്തില്ലായിരുന്നു? ഭൂമിയില് തേജസ് ഇല്ലായിരുന്നു. അപ്പൊ ഇയ്യോബ് കണ്ടുപിടിച്ചത് കണ്ട, എനിക്ക് ഈ വന്ന തകർച്ചകൾക്കെല്ലാം കാരണം എന്റെ തേജസ് എന്ത് ചെയ്തു? ഊരിയെടുത്തത് കൊണ്ടാണ് എനിക്ക് ഈ വന്ന തകർച്ചകൾ. ഈ തേജസ് ഊരിയെടുത്തപ്പോൾ യോബ് 16-ാം അധ്യായത്തിൽ പറയുന്ന വാക്കുണ്ട്. 16-ന്റെ 15 തൊട്ടൊന്ന് വായിച്ചു നോക്കാം. ദൈവം നമ്മളിൽ അണിഞ്ഞിരുന്ന തേജസ് ഊരിയെടുത്തപ്പോൾ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് തുന്നേണ്ടി വന്നു? രട്ട് തുന്നിക്കെട്ടേണ്ടി വന്നു. അപ്പൊ തേജസ് ഇല്ലെങ്കിൽ അടുത്ത് വരുന്ന കാര്യം ദുഃഖമാണ്. ദൈവ തേജസ് ഇല്ലെങ്കിൽ ദുഃഖമാണ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? അരുണോദയ പുത്രനായ ശുക്രന്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവസന്നിധിയിൽ പറന്നു കയറി ചെന്ന് ആരാധിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഈ അവസരം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കയറി ചെന്നപ്പോ അവനൊരു മോഹം. എന്റെ സിംഹാസനം എവിടെ വയ്ക്കണം? ആദ്യം അത്തുന്നതിന് സമനാകണം. രണ്ടാമത് അവന്റെ ആഗ്രഹം അതിന്റെ മുകളിൽ എന്റെ സിംഹാസനം വെക്കണം. ഇത് അവൻ ഉള്ളം കൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ പുറത്തെന്ത് ചെയ്യുന്നില്ല, പറയണില്ല. ഇതുപോലെയാണ് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പലരും ഈ ആരാധന സമയത്ത് ഉള്ളത്തിൽ വേറെ ചിന്തിച്ചോണ്ടിരിക്കും. എന്റെ മോനെ ഇങ്ങനെ ആക്കണം, എന്റെ മോളെ ഇങ്ങനെ ആക്കണം, എനിക്ക് ഇങ്ങനെ ആകണം, എനിക്ക് അങ്ങനെ ആകണം. ആരാധനയല്ല. ആരാധന സമയത്ത് മറ്റു മോഹങ്ങളാണ് ഉള്ളിൽ. ഇവരെല്ലാം വെട്ടുവായിക്കണമല്ല, ഇവളെല്ലാം വെട്ടുവായിക്കണമല്ലാതെ. മനസ്സിലായോ നിങ്ങൾക്ക്? ആരാധിക്കുന്ന സമയത്തിന് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആരാധിക്കുന്ന സമയത്തിന് ദൈവത്തിന് പുകഴ്ച കൊടുക്കണം. അല്ലാതെ നിന്റെ മോനെ അങ്ങനെ ആക്കണം, നിന്റെ മോളെ ഇങ്ങനെ ആക്കണം, നീ വീട് വയ്ക്കണതും നിന്റെ ശത്രു അവിടെ നിൽക്കണതും അല്ല. നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തിന് പുകഴ്ച കൊടുക്കണം. ആ സമയത്ത് ദൈവം ചെയ്തത് എന്താണ്? അരുണോദയ പുത്രനെ ആലയത്തിലൊന്നും ആക്കിയോ? എന്നത്തെ ബോർഡാണെങ്കിൽ എന്ത് ചെയ്യും? അവനെ പിടിച്ച് കമ്മിറ്റി ചെയ്തു. ദൈവം അങ്ങനെയൊന്നും ചെയ്തില്ല. ഒറ്റ വെട്ടിൽ അവന്റെ 6 ചിറകുകളും ഭൂമിയിൽ വീഴുന്നു. ആ വീഴുന്നവൻ ഭൂമിയിൽ അവൻ വീഴുന്നപ്പോൾ ഭൂമി താന്നുപോയി. പകരം എന്ത് അറിയുമെന്ന്? വെള്ളം. ഭൂമി നിൽക്കേണ്ടടുത്ത് എന്ത് വന്നു? അപ്പൊ വീട്ടിൽ പ്രതികൂലം വന്നത് ആര് മുഖാന്തരം? പറ. വീട്ടിൽ പ്രതികൂലം വന്നത് ആര് മുഖാന്തരം? ആരാധന സമയത്ത് ഹൃദയത്തിൽ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുന്നവൻ മുഖാന്തരം. ആരാധന ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ ഓടി അവിടെ പോകാമായിരുന്നു, ഇവിടെ പോകാമെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചോണ്ടിരിക്കില്ലേ? ഇവൻ മുഖാന്തരം വീട്ടിനകത്ത് പ്രതികൂലം വരുന്നതല്ലാതെ നന്മയുണ്ടാകുമെന്ന് ആരും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്.
ഓ പാസ് വന്ന 10:45 10:30 ആരാധന നടത്തി ഇപ്പൊ 10:45 ഇപ്പൊ 11 ഇങ്ങനെ വയ്യ, എനിക്ക് പോകേണ്ട അടുത്ത് പോകാൻ പറ്റൂലല്ല എന്നൊക്കെ ചിന്തിച്ചോണ്ടിരിക്കില്ലേ, അവന്റെ വീട്ടിൽ വെള്ളം കയറും. കാര്യം വെട്ടേറ്റവൻ വീഴുന്നപ്പോൾ ഭൂമി താഴോട്ട് പോയി. ഭൂമിക്ക് കരഭാഗത്തിന് പകരം വെള്ളം കയറിയപ്പോൾ അടുത്ത സംഭവിച്ച ഇരുട്ടായി. അടുത്ത സംഭവിച്ചത് പാഴും ശൂന്യവുമായി. ഇന്ന് നശിക്കാതെ നിൽക്കുന്നതിന് കാര്യം ഒരു ദൈവാത്മാവ് ഇത്രയും ദിവസം ആരാധിച്ചതാണ്, ഇത്രയും ദിവസം കാണിക്കേട്ടതാണ്, ഇത്രയും ദിവസം ദശാംശം ഇട്ടതാണ് എന്ന് പറഞ്ഞ് ദൈവാത്മാവ് പറയുന്നത് കൊണ്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തില്ല. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് 6-ാം അധ്യായത്തിൽ, ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിലും വിശുദ്ധന്മാരുടെ കാല് കഴിയതും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ആദര്യാസ്തോത്രം അത് മറന്നു കളയാൻ ഞങ്ങളുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. അതുകൊണ്ട് പല കുടുംബങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഭൂപ്പരപ്പില് നിൽക്കുന്നു. അല്ലെങ്കിൽ ഇതിനു മുമ്പേ പിടികിട്ടിയ ഈ പാഴും ശൂന്യമായെങ്കിലും വെള്ളത്തിന്റെ മേൽ എന്ത് പരിവർത്തിച്ചോണ്ടിരുന്നു, ആത്മാവ് പരിവർത്തിച്ചോണ്ടേയിരുന്നു. ഒരു വിടുതലുണ്ട് എന്ന്. അപ്പോ ഇവരെ ഹാല്യാസ്വാദനം ചെയ്യുന്നു. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിനൊരു അറിവുണ്ട്. എന്താണ്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ആ ജീവിച്ചിരിക്കുന്നവൻ മരിച്ചവർക്കും ജീവനുള്ളവർക്കും ദയ കാണിക്കുന്നവനായ ബോവസ് എന്റെ അടുത്ത ചാർച്ചക്കാരനാണ്. ബോവസിന്റെ പ്രത്യേകത പറഞ്ഞേ. ബോവസ് 2-ാം അധ്യായം 1-ാം വാക്യമായിരുന്നു. കേട്ടാ, അവ എങ്ങനെയുള്ളവായി? മഹാധനവാൻ. എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതെല്ലാം തിരിച്ച് വീണ്ടെടുത്തു തരാൻ തക്കവണ്ണം മഹാധനികനായ മനുഷ്യൻ. ഹല്ലേലൂയ, സ്തോത്രം. ഈ വീണ്ടെടുപ്പുകാരന്റെ അടുത്ത് ആദ്യാസോദരൻ രൂത്ത് വന്നു. രൂത്ത് വരുമ്പോൾ രൂത്തിനോട് അമ്മാവി പറഞ്ഞ ഒരു വാക്ക്, നീ കുളിക്കണം. 3-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. നീ കുളിച്ച് തൈലം പൂശി കളത്തില്, ദൈവത്തിന്റെ കളത്തിൽ ചെല്ലണം. ഈ തൈലം അതൊരു വിഷയമാണ്. അല്ലെങ്കിൽ നിന്നെ വീണ്ടെടുക്കണമെങ്കിൽ തൈലം ഒരു വിഷയമാണ്. തൈലം അല്ല, മോറിൻ തൈലമുണ്ട്, അഭിഷേക തൈലമുണ്ട്, സുഗന്ധ തൈലമുണ്ട്, സ്വച്ഛജടമാംസി തൈലമുണ്ട്, പരിമള തൈലമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. തൈലക്കാരന്റെ ചത്ത ഈച്ച, തൈലക്കാരന്റെ സകല തൈലവും നമ്മൾ ഇന്ന് പകൽക്കാലം തീരുമാനിക്കണം. നമ്മൾ തൈല അഭിഷേകം കൊണ്ട് തുള്ളി ആടി ആരാധിക്കുമ്പോൾ ചത്ത ഈച്ചയാണോ എന്ന് മനസ്സിലായ? നീ കുളിച്ചാൽ മാത്രം പോരാ. മരുവോളടുത്ത് നവോമിയ പറയുകയാണ്, നീ തൈലം എന്ത് ചെയ്യണം? തൈല പൂശുമ്പോ ഒരു വാക്യം വേദപുസ്തകത്തിൽ, ലേവ്യ പുസ്തകം 21-ാം അധ്യായത്തില് ഒരു വാക്യമുണ്ട്. ഒന്നെടുത്ത് നോക്കാം. 21-ന്റെ-12 തോന്നുന്നു. ലേവ്യ 21, അതോ 12-ന്റെ-21? അത് തന്നെ, അത് വായിക്കും. അഭിഷേക തൈലമായ സംസ്കാരം അവന്റെ മേലിരിക്കുന്നു. അപ്പൊ ഈ തൈലം പൂശുന്നവൻ എന്തുണ്ട്? ഒരു സംസ്കാരമുണ്ട്. അത് നഷ്ടപ്പെടുന്നത് എങ്ങനെ?
ആ തൈലത്തിന്റെ സംസ്കാരം നഷ്ടപ്പെടുന്ന, സ്വഭാവ വിശിഷ്ടത നഷ്ടപ്പെടുന്നത് എങ്ങനെ? അവൻ അന്നിനം വിട്ട് പുറത്തു വയ്യാൻ. അപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോ നമ്മൾ ഇടപെടേണ്ടവരോട് അല്ല, മറിച്ച് മറ്റു പലരോട് ഇടപെട്ടാൽ നമ്മുടെ ഈ സംസ്കാരം എന്ത് ചെയ്യും? ദൈവം തന്ന അഭിഷേകത്തിന്റെ സംസ്കാരം നഷ്ടപ്പെടും. മനസ്സിലായ? ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വാക്യം കാണുന്നതെന്ന് എനിക്ക് തോന്നി പോണം, എല്ലാരും കുത്തിയിരുന്ന് നോക്കുന്നത് കാണുമ്പോ. ഹല്ലേലൂയ, സ്തോത്രം. അഭിഷേകത്തിന്റെ സംസ്കാരം. അതുകൊണ്ടാ രൂത്തിനോട് പറഞ്ഞത്, നീ രാത്രി എന്ന് ആരെ കാൽച്ചുവട്ടിൽ തന്നെ കിടക്കണം. ബോവസിന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് അവൻ നിന്നെ കണ്ട് അവൻ നിനക്കൊരു മറുപടി തരുന്നത് വരെ നീ എന്ത് ചെയ്യരുത്? അവിടെ നിന്ന് വിട്ടു പോകരുത്. ഇത് നമ്മൾ എല്ലായിടത്തും കറങ്ങി അടിച്ചിട്ട് ഒരു അല്പസമയം എവിടെ വരും? ദൈവസന്നിധിയിൽ വരും. എല്ലാ സംസ്കാരവും എല്ലാം നഷ്ടപ്പെടുത്തിയതിന് ശേഷം. മനസ്സിലായ? ന്യായശാസ്ത്രിമാരുടെ പ്രത്യേകത, ശാസ്ത്രിമാർ ദൈവവചനത്തെ എന്ത് ചെയ്യുന്നവരാണ്? പകർത്തി എഴുതുന്നവരാണ് ശാസ്ത്രിമാർ. പകർത്തി എഴുതുന്നവർ. അവര് ദൈവം എന്ന വാക്ക്, യഹോവ എന്ന വാക്ക് എഴുതുമ്പോൾ അവര് വെളിയിലിറങ്ങി പോയി ചെന്ന് കൈയും കാലും മുഖവും കഴുകിയിട്ട് വന്നാണ് യഹോവ എന്ന് എഴുതുന്നത്. അടുത്ത് വീണ്ടും എഴുതുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? പോയി ചെന്ന് കൈ കഴുകും. കാരണം വിശുദ്ധിയോടെ ഇത് എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ ആലയത്തിന് ജോലിക്കാർക്ക് എന്തിനാണ് ജോലി? വെള്ളം കോരി കൊണ്ടത് തീർന്നപ്പോ ഒഴിക്കണം. അത് മാത്രമാണോ? ഈ എഴുതുന്നവരുടെ വസ്ത്രം വേർക്കാൻ പാടില്ല. അതിന് നോക്കണം, അവരുടെ ജോലിയാണ്. നോക്കിയിട്ട് വസ്ത്രം വേർതിരിക്കണമെങ്കിൽ യജമാനെ വസ്ത്രം മാറ്റണം, വേറെ വസ്ത്രം കൊണ്ടുവന്ന് ആലയത്തെ പരിപാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവരുടെ ഉത്തരവാദിത്വങ്ങളാണ്. അവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ആലയത്തിനകത്തുള്ള നന്മ അനുഭവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇതെല്ലാം അവരുടെ ദൃഷ്ടിയിൽ വരണം. ഇവര് ഹാലലിയാസ്വത ആലയത്തിനകത്തിരുന്ന് എഴുതണം. അത് അങ്ങനെ എഴുതിയവര് ലൂക്കോസിൽ കർത്താവ് വിളിച്ചു പറഞ്ഞു, ആ ശാസ്ത്രിമാരെ, പരീക്ഷന്മാരെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കഷ്ടം? പരിജ്ഞാനത്തിന്റെ താക്കോല് നിങ്ങളെ നഷ്ടപ്പെട്ടു. മനസ്സിലായ? അപ്പൊ സംസ്കാരം എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി, ഇടകലർന്ന്. ഞാൻ പറയാൻ നമ്മളെ റോഡിൽ നമ്മൾ പോകുന്നു, നമ്മൾ പല ആവശ്യങ്ങൾക്കും പോകുന്നു. റോഡിൽ കൂടെ പോകുമ്പോൾ ഇന്ത്യക്കകത്ത് 486 ജാതി ഉണ്ടെന്നാ കേപ്പ്. അതിനകത്ത് എഴുതപ്പെട്ട ജാതികൾ 118 127 ഉള്ളു. ബാക്കി ഒന്നും അറിയപ്പെടാത്ത ജാതികളാണ്. ഈ ജാതികൾ ഉള്ളപ്പോൾ ഇവരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി പോകുമ്പോൾ അവരെ കാണും. അവരോട് ഒരു ചിരിയല്ലാതെ വേറെ സംസാരിക്കാൻ നിന്ന് നിന്റെ സംസ്കാരം നഷ്ടപ്പെടും. സംസാരിച്ച് നീ എങ്ങോട്ട് പോകും? ലോകത്തിലേക്ക് ഇറങ്ങും. ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവവചനം വായിക്കുന്ന നിന്റെ വാക്കകത്ത് അശുദ്ധി കടന്നു വരും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിന്റെ വായിൽ അശുദ്ധി കടന്നു വരും. ആ അശുദ്ധി കടന്നു വരുമ്പോൾ പിന്നെ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കില്ല. കാരണം നീ എന്തിൽ അകപ്പെട്ടിട്ട് വന്നിരിക്കുന്നു? അശുദ്ധനായിട്ട് വന്നിരിക്കുകയാണ്. അശുദ്ധനായി ഒരു വ്യക്തി അശുദ്ധനായി തീർന്നാൽ 7 ദിവസം മനസ്സിലായ? അപ്പൊ 7 ദിവസം കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥന കേൾക്കൂ. ഇന്ന് ദൈവമക്കൾക്ക് പറ്റിക്കിടക്കുന്ന കുഴപ്പങ്ങൾ ഇതാ. ഇവര് ചുമ്മാണെന്ന് കൊണ്ട് എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ കിടന്നു. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ അംഗപ്പൊരുതുന്നവരെല്ലാം വ്യർത്ഥമായിട്ട് വർദ്ധിക്കാതെ അംഗപ്പൊരുതിയാൽ അവ എന്ത് ചെയ്യുന്നു?
ആകാശത്ത് മുഷ്ടി കൊണ്ട് കുത്തുന്നു. നടക്കുവോ? നടക്കുവോ ദീപേ? ആകാശത്തെ കുത്താൻ പറ്റുമോ? എവിടെ ഇരുന്നുകൊണ്ട് പിടി കിട്ടിയ? അപ്പൊ നമ്മളെ പ്രാർത്ഥന എവിടെ എത്തൂല, ദൈവസന്നിധിയിലെത്തില്ല.